തിരുവനന്തപുരം ജില്ലയിൽ യു.ഡി.എഫ് ഹർത്താലിനിടെ വ്യാപക അക്രമം. കഴക്കൂട്ടത്ത് രോഗികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഹർത്താൽ അനുകൂലികൾ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു. ഇരുചക്ര വാഹനക്കാർക്ക് നേരെ പോലും അതിക്രമം നടന്നു. സ്ത്രീകളെയും കുട്ടികളെയും അസഭ്യം പറഞ്ഞോടിച്ചു. പല സർക്കാർ സ്ഥാപനങ്ങളും തല്ലി തകർത്തു. സമീപകാലത്ത് തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ അക്രമമാണ് ഇന്ന് ഹർത്താലിനിടെ നടന്നത്. രാവിലെ സമരം ആരംഭിച്ചപ്പോൾ മുതൽ ഹർത്താൽ അനുകൂലികൾ വ്യാപക ആക്രമണമാണ് തിരുവനന്തപുരം ജില്ലയിൽ അഴിച്ചുവിട്ടത്. ഹർത്താൽ ആരംഭിച്ചപ്പോൾ തന്നെ കാട്ടാക്കട കിള്ളിയിൽ സമരാനുകൂലികൾ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞു. ബാലരാമപുരം, നെടുമങ്ങാട്, മംഗലപുരം, നെയ്യാറ്റിൻകര, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പല സ്ഥലത്തും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് അക്രമങ്ങൾ നടന്നത്. പാറശാലയിൽ മുൻ MLA A.T. ജോർജിന്റെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി വന്ന ബസ് കഴക്കൂട്ടത്ത് വെച്ച് സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് ജനം പ്രതിഷേധിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കിനെ ബേക്കറി ജംഗ്ഷനിൽ തടയാൻ ശ്രമമുണ്ടായി. പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറിയ സമരാനുകൂലികൾ 4 കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തു. കാട്ടാക്കട KSRTC ബസ് ഡിപ്പോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പാളയം ജംഗ്ഷനിൽ തമ്പടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പല വാഹനങ്ങളുടെയും കാറ്റഴിച്ചുവിട്ടു. ഇരുചക്ര വാഹനങ്ങളെ പോലും സമരാനുകൂലികൾ തടഞ്ഞു. തടഞ്ഞവയിൽ പാങ്ങോട് പട്ടാള ക്യാമ്പിലെ വാഹനവും ഉൾപ്പെടുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രതിയെ ATM കേന്ദ്രങ്ങൾ അടപ്പിക്കാനും ശ്രമിച്ചു. സ്റ്റാച്യു ജംഗ്ഷനിലെ BSNL ഓഫീസിനുള്ളിൽ കടന്ന പ്രവർത്തകർ ഡിപ്പോ തല്ലി തകർത്തു. വർക്കല CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി പ്രസന്നന്റെ മാരുതി കാർ സമരാനുകൂലികൾ തല്ലി തകർത്തു. തടസ്സം പിടിക്കാനെത്തിയ വർക്കല MLA-യുടെ PA സുനിൽ മർഹബയെ മർദ്ദിച്ചു. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി പ്രഭാവർമ്മ സഞ്ചരിച്ചിരുന്ന വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അദ്ദേഹത്തെ റോഡിലിറക്കി വിട്ടു. എന്നാൽ ഹർത്താലിനെ വകവെക്കാതെ നിരവധി സർക്കാർ ഓഫീസുകളാണ് തുറന്നു പ്രവർത്തിച്ചത്. സെക്രട്ടേറിയറ്റിലും പബ്ലിക് ഓഫീസിലും യൂണിവേഴ്സിറ്റിയിലും മിക്ക ജീവനക്കാരും ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ സ്വന്തം നിലയിൽ നടത്തിയ പ്രവേശനം റദ്ദാക്കുന്നില്ലെന്ന് സുപ്രീംകോടതി. പ്രവേശനം സർക്കാർ അനുമതിയോടെയാണെന്നതിനാലും പ്രവേശന നടപടികൾ പൂർത്തിയായി ക്ലാസുകൾ ആരംഭിച്ചതും പരിഗണിച്ചാണ് തീരുമാനം. എന്നാൽ പ്രവേശന നടപടികൾ പൂർത്തിയാകാത്ത സീറ്റുകളിൽ ഏകീകൃത കൗൺസിലിംഗ് വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകൾക്ക് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താൻ അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി അറിയിച്ചത്. നിലവിൽ ഭൂരിഭാഗം സീറ്റുകളിലേക്കും പ്രവേശനം പൂർത്തിയായി കഴിഞ്ഞു. സർക്കാരുമായി ധാരണയോടുകൂടിയാണ് പ്രവേശനം നടത്തിയതും. പ്രവേശന നടപടികൾ ജെയിംസ് കമ്മിറ്റി വിലയിരുത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിൽ പൂർത്തിയായ കൗൺസിലിംഗ് റദ്ദാക്കുന്നില്ലെന്നാണ് ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. എന്നാൽ ഇനി പ്രവേശനം പൂർത്തിയാക്കാനുള്ള സീറ്റുകളിലടക്കം തുടർ വർഷങ്ങളിലും ഏകീകൃത കൗൺസിലിംഗ് മാത്രമേ നടത്താവൂ എന്നും കോടതി നിർദ്ദേശിച്ചു. മാനേജ്മെന്റുകൾക്ക് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താനുള്ള അനുമതിക്കെതിരെ കേന്ദ്ര സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ പരാതിയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരാണ് കോടതിയെ സമീപിക്കേണ്ടതെന്നായിരുന്നു മാനേജ്മെന്റുകളുടെ വാദം. ക്ലാസുകൾ ആരംഭിച്ചതായും മാനേജ്മെന്റുകൾ അറിയിച്ചിരുന്നു. ഈ വാദം തള്ളാതെയാണ് ഹൈക്കോടതിയിലേത് ഇടക്കാല ഉത്തരവാണെന്നും കൗൺസിലിംഗ് നിയമപരമോ എന്ന കാര്യം ഹൈക്കോടതി തന്നെ തീരുമാനമെടുക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചത്. അമൃത കൽപ്പിത സർവകലാശാല സ്വന്തം നിലയിൽ നടത്തിയ പ്രവേശനം റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഏകീകൃത കൗൺസിലിംഗ് എന്ന നിലപാടിൽ സുപ്രീം കോടതി ഉറച്ചു നിൽക്കുമ്പോഴും മാനേജ്മെന്റുകളുമായി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ കോടതി ഇടപെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. വരും നാളുകളിലും ഏകീകൃത കൗൺസിലിംഗ് നടപ്പാക്കുമെന്ന സർക്കാർ വാദം അംഗീകരിക്കുക കൂടിയാണ് സുപ്രീം കോടതി ചെയ്തത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യയെ അപ്പാടെ നശിപ്പിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖൗജ ആസിഫ് പറഞ്ഞു. ഉറി ആക്രമണത്തിൽ ഇന്ത്യ നൽകിയ പാക് പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പ്രതിരോധ മന്ത്രി തള്ളിക്കളഞ്ഞു. ഇന്ത്യ പാക് ബന്ധം വഷളാകുമ്പോൾ പ്രകോപനപരമായ പ്രസ്താവനകളുമായി പാക് മന്ത്രിമാർ രംഗത്തെത്തുന്നത് പതിവാണ്. പക്ഷേ ഇത്തവണ പാക് പ്രതിരോധ മന്ത്രി എല്ലാ അതിരുകളും ലംഘിച്ച് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര രംഗത്തും ഏറെ ചലനങ്ങളുണ്ടാക്കുന്നു. പാക് ചാനലായ ദാവൺ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആണവായുധം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖൗജ ആസിഫ് ഭീഷണി മുഴക്കി.
ചില്ലുകൂട്ടിൽ സൂക്ഷിക്കാനല്ല പാകിസ്ഥാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യം വന്നാൽ അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും. ഇന്ത്യയുടെ അടുത്ത തലമുറകളെ പോലും നശിപ്പിക്കാനുള്ള ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്നും സൈന്യത്തിന്റെ ചുമതലയുള്ള മന്ത്രി പറഞ്ഞു. ഉറി സൈനിക ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാക് ഹൈക്കമ്മീഷണറിന് കൈമാറിയിരുന്നു. ഈ തെളിവുകളെല്ലാം പ്രതിരോധ മന്ത്രി തള്ളിക്കളഞ്ഞു. ഉറി ആക്രമണം ഇന്ത്യ തന്നെ സൃഷ്ടിച്ചതാണെന്ന വിചിത്രവാദവും മന്ത്രി ഉയർത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ പക്കലുള്ള ആണവായുധങ്ങൾ അപക്വമായി ഉപയോഗിച്ചേക്കാമെന്ന് നേരത്തെ ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഉറപ്പിക്കുന്നതാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയൊരു നാഴികക്കല്ല് കൂടി. ജീൻ എഡിറ്റിംഗിലൂടെ ലോകത്ത് ആദ്യമായി 3 മാതാപിതാക്കളുള്ള കുഞ്ഞ് പിറന്നു. അമേരിക്കൻ മെഡിക്കൽ സംഘമാണ് ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. കൃത്രിമ ഗർഭധാരണ ചികിത്സയിൽ ഒരു നാഴികക്കല്ലാവുകയാണ് ജീൻ എഡിറ്റിംഗ് എന്ന ചികിത്സാ മാർഗം. ലോകത്ത് ആദ്യമായാണ് 3 വ്യക്തികളുടെ ജീനുകളെ സംയോജിപ്പിക്കുന്ന ജീൻ എഡിറ്റിംഗിലൂടെ ഒരു കുഞ്ഞു പിറക്കുന്നത്. മെക്സിക്കോയിലെ ജോർദാനിയൻ ദമ്പതികളിൽ മൂന്നാമതൊരാളുടെ ജീൻ എഡിറ്റ് ചെയ്ത് ചേർത്താണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. പിതാവിന്റെ ബീജവും മാതാവിന്റെയും ദാതാവിന്റെയും അണ്ടവും കൂട്ടിച്ചേർക്കുന്നതാണ് ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയ. ഒരാളുടെ ജീൻ സ്വീകരിക്കുന്നതിലൂടെ അച്ഛനമ്മമാരിൽ നിന്നും പരമ്പരാഗതമായി ലഭിക്കുന്ന രോഗങ്ങൾ ഒഴിവാക്കി കുട്ടികൾക്ക് ജന്മം നൽകാനാകും. എന്നാൽ മൈറ്റോകോൺട്രിയൽ ഡൊണേഷൻ എന്ന് വിളിക്കുന്ന ഈ സാങ്കേതിക വിദ്യയിൽ കർശന പരിശോധനകൾ വേണമെന്ന് മാത്രം. ചില സ്ത്രീകളുടെ മൈറ്റോകോൺട്രിയയിൽ ജനിതക തകരാറുണ്ടാവുകയും അത് ജനിക്കുന്ന കുട്ടികളിലേക്ക് പകരാനും സാധ്യതയുണ്ട്. ജോർദാനിയൻ ദമ്പതികളുടെ കാര്യവും ഇങ്ങനെ തന്നെയായിരുന്നു. ലേസ് സിൻഡ്രോം എന്ന ജനിതക തകരാർ മൂലം ഇവരുടെ 2 കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു. ന്യൂയോർക്കിലെ ന്യൂ ഹോപ്പ് ഫെർട്ടിലിറ്റി സെന്ററിൽ നിന്നുള്ള സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. ജനിതക എഡിറ്റിംഗിലൂടെ ജനിക്കുന്ന കുഞ്ഞിന് 0.1% മാത്രമാകും ദാതാവിന്റെ ജനിതക ഘടനയിൽ നിന്ന് ലഭ്യമാകുക. മറ്റ് ജനിതക ഘടനകളെല്ലാം ദമ്പതികളിൽ നിന്ന് തന്നെയാകും ലഭിക്കുന്നത്. ശാസ്ത്രലോകത്ത് വഴിത്തിരിവാകുന്ന കണ്ടുപിടുത്തമെന്ന അവകാശവാദം ഉയരുമ്പോഴും നിലവിൽ UK-യിൽ മാത്രമാണ് ചികിത്സാരീതി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ധാർമ്മികത തന്നെയാണ് ഇവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്. ഒരു വീഡിയോ കൊടുത്ത പണിയാണ് പലരുടെയും 10,000 തുലച്ചത്. ആപ്പിളിന്റെ പുതിയ മോഡലായ iPhone 7-ൽ ഹെഡ്ഫോൺ ജാക്ക് തുളച്ചവരാണ് പണി മേടിച്ചത്. കാണുന്നതെന്തും കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന് ചുരുക്കം. പുതിയ മോഡലായ iPhone 7 ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാതെയാണ് എത്തിയത്. ഹെഡ്ഫോൺ ജാക്ക് ഇല്ലെന്നും പകരം പുതിയ ഇയർഫോണുകളാണെന്നും നേരത്തെ തന്നെ ആപ്പിൾ വ്യക്തമാക്കിയിരുന്നതാണ്. കൗതുകത്തിനപ്പുറം നല്ല വരുമാനം തരുന്ന ഒന്നാണ് അലങ്കാര പക്ഷി വളർത്തൽ. എപ്പോഴും സ്നേഹം മാത്രം പ്രകടിപ്പിക്കുന്ന കുഞ്ഞു പക്ഷിയോട് ആർക്കും സ്നേഹവും കൗതുകവും തോന്നിപ്പോകും. കൂടുതൽ പരിപാലനങ്ങളോ ചിലവുകളോ ഇല്ലാതെ ആർക്കും തുടങ്ങാവുന്നതാണ് എന്നത് തന്നെ ഈ കൃഷിയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഒരു വിനോദം എന്നതിലപ്പുറം അലങ്കാര പക്ഷികളുടെ പരിപാലനം ഇന്ന് മികച്ച ലാഭം ലഭിക്കുന്ന ഒരു മാർഗമാണ്. വിവിധ നിറത്തിലും രൂപത്തിലുമുള്ള പക്ഷികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വളരെ കൂടുതൽ വാണിജ്യ മൂല്യമുള്ള ഇവയെ വളർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷികളെ വാങ്ങുമ്പോൾ അതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് അവയുടെ സൗന്ദര്യം തന്നെയാണ്. ഒപ്പം കണ്ണുകളും കൊക്കുമൊക്കെ ഈർപ്പമില്ലാത്തതാണെങ്കിൽ പക്ഷി ആരോഗ്യമുള്ളതാണെന്നാണ് വ്യക്തമാക്കുന്നത്. തുല്യ വലിപ്പമുള്ള കാൽപാദങ്ങളും നഖങ്ങളുമെല്ലാം ലക്ഷണമൊത്ത പക്ഷിയെ തിരിച്ചറിയാൻ സഹായിക്കും. കൊക്കിന്റെ സൗന്ദര്യം അലങ്കാര പക്ഷികളുടെ പ്രധാന ഘടകമാണ്. കടുത്ത നിറങ്ങൾ കൗമാരപ്രായക്കാരെയും നരച്ചവ മുതിർന്ന പക്ഷികളെയും തിരിച്ചറിയാൻ സഹായിക്കും. കിളിയെ തിരഞ്ഞെടുക്കുന്ന അതേ ശ്രദ്ധ കൂടൊരുക്കുന്നതിലും വേണം. ലവ് ബേർഡ്സിന്റെ ആയുസ്സുകാലം ഏതാണ്ട് 10 മുതൽ 15 വർഷമാണ്. ഇണചേർന്ന് 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ മുട്ടയിട്ട് തുടങ്ങും. അടയിരുന്ന് 30 ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങളും വിരിയും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ ഭക്ഷണ കാര്യത്തിലാണ്. അലങ്കാര പക്ഷികൾ പൊതുവെ അന്നജം കൂടുതലുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ്. തിന, ഓട്സ്, നുറുക്കിയ ചോളം തുടങ്ങിയവയാണ് സാധാരണയായി ഇവയ്ക്ക് നൽകാറുള്ളത്. ഇതിനു പുറമെ ഔഷധ ഗുണമുള്ള ഇലകളും നൽകാവുന്നതാണ്. തൂവലുകൾക്ക് കൂടുതൽ നിറം നൽകാൻ കരോട്ടിനടങ്ങിയ ക്യാരറ്റ് പൊടിച്ചും നൽകാവുന്നതാണ്. ഫിഞ്ചസ്, ജാവ എന്നിവയാണ് അലങ്കാര പക്ഷികളിലെ മാംസബുക്കുകൾ. ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം ചെറുപ്രാണികളെയും ചീവീടുകളെയുമാണ്. ആദ്യകാലങ്ങളിൽ വിനോദത്തിനു വേണ്ടി മാത്രമാണ് അലങ്കാര പക്ഷികളെ വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ആദായത്തിനു വേണ്ടിയും ഇവയെ വളർത്തുന്നു. അല്പം ശ്രദ്ധിച്ചാൽ മികച്ച വരുമാനം നേടാനാകുമെന്ന് പല കർഷകരും ഇതിനോടകം തെളിയിച്ചും കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.
സോജൻ ജോസഫ് ചിത്രം കോപ്പയിലെ കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. സിദ്ധാർത്ഥ് ഭരതൻ നായകനാകുന്ന ചിത്രത്തിൽ പാർവതി നായരാണ് നായിക. ഷൈൻ ടോം ചാക്കോയും ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നുണ്ട്. എല്ലാത്തിനും മുകളിലാണെന്ന ചിന്തയിലാണ് BCCI പ്രവർത്തിക്കുന്നതെന്ന് സുപ്രീം കോടതി. നിയമം അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. BCCIക്കാണ് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ക്രിക്കറ്റ് ഭരണപരിഷ്കാരത്തിനായി ലോധ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാത്ത BCCIയുടെ നടപടിയാണ് സുപ്രീം കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. സെക്രട്ടറി അനുരാഗ് ഠാക്കൂറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ജസ്റ്റിസ് ലോധ കമ്മീഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ക്രിക്കറ്റ് ഭരണ നവീകരണത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലോധ കമ്മീഷൻ നൽകിയ തൽസ്ഥിതി റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി BCCIക്കെതിരെ തിരിഞ്ഞത്. എല്ലാത്തിനു മുകളിൽ സ്വയം ദൈവമാണെന്ന ചിന്തയിലാണ് BCCIയുടെ പ്രവർത്തനം. നിയമം അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കേണ്ടി വരും. വിധിന്യായം ലംഘിക്കാൻ BCCIയെ അനുവദിക്കില്ല. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ അങ്ങേയറ്റം നിഷേധാത്മക നിലപാടാണ് BCCI സ്വീകരിക്കുന്നത്. ഇക്കാര്യം കോടതിക്കറിയാം. ആവശ്യമെങ്കിൽ ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് BCCIക്ക് മുന്നറിയിപ്പ് നൽകി. ലോധ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് അടുത്ത മാസം 6-ാം തീയതിക്കകം മറുപടി നൽകാനും BCCIയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഭരണപരിഷ്കാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് താൽപ്പര്യമില്ലെന്ന് ജസ്റ്റിസ് RM ലോധ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ജനറൽ സെക്രട്ടറി അനുരാഗ് ഠാക്കൂർ അടക്കം തലപ്പത്തുള്ളവരെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം കൊണ്ടുവരണം. ഇതിന് കീഴിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ലോധ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അടുത്ത മാസം വിശദമായ വാദം കേൾക്കും. പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കരുത്, സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രത്യേക ചട്ടം പാലിക്കണം തുടങ്ങി ലോധ കമ്മീഷൻ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഇക്കഴിഞ്ഞ 21-ാം തീയതി BCCI തെരഞ്ഞെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.